സീതോട്ട നമസ്തേ. 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 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ 3 പൂജനീയ സത്സംഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് 4ാമത്തെ പൂജനീയ സത്സംഗത ആയിരുന്ന രജുബയ്യയെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവച്ചാൽ നന്നായിരുന്നു. ഔദ്യോഗികമായി 4ാമത്തെ സർസംഘചാലക് അത് രജുബയ്യ ആണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ജി സർസംഘചാലകനായുള്ള സമയത്ത് നമ്മുടെ നാട്ടിൽ 1930 നിസ്സഹരണ പ്രക്ഷോഭം നടന്നിരുന്നു. അപ്പോൾ സംഘത്തിൻ്റെ സംഘം ശാശ്വതമായിട്ടുള്ള പ്രവർത്തനമാണ്. അതേ സമയത്ത് സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടിയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആ കാലഘട്ടം നടന്നിട്ടുണ്ട്. പൂജനീയ ഡോക്ടർ ജി സ്വാഭാവികമായി ചെറുപ്പം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സജീവമായി പങ്കുവച്ചു. വിപ്ലവകാരിയായിരുന്നു. അതിൽ തന്നെ കോൺഗ്രസ് സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ആൾക്കാരെല്ലാവരും ശരി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഡോക്ടർ ജിയുടെ മനസ്സിൽ വന്ന ചിന്ത സ്വാതന്ത്ര്യാനന്തര ഭാരതം എങ്ങനെയായിരിക്കണം. ആദർശവാദികളും ദേശസ്നേഹികളും സ്വഭാവശുദ്ധിയുള്ളവരും നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആ രീതിയിലുള്ളൊരു ശക്തി അത് നമ്മുടെ നാട്ടിലുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം ആ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനത്തിലും വിട്ടിട്ട് സംഘശാഖ തുടങ്ങിയത്. പക്ഷേ ഈ ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ നാട്ടിൻ്റെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അപ്പോൾ ഈ നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പൂജനീയ ഡോക്ടർ ജി തയ്യാറായി. ആ സമയത്ത് അദ്ദേഹം സ്വീകരിച്ചത് ഈ ഒരു ഫോറസ്റ്റിൽ വനസത്യാഗ്രഹം എന്നുള്ളതായിരുന്നു. സമുദ്രത്തിൽ ഗാന്ധി ചരിത്ര സമുദ്രത്തിൽ പോയിട്ട് ഉപ്പ് മാറ്റിയെടുക്കലാണ്. അതേ സമയത്ത് തന്നെ നാഗപ്പൂരിനടുത്തൊന്നും സമുദ്രം ഇല്ലല്ലോ. അതുകൊണ്ട് വനം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ കയറി പുല്ലുമുറുക്കിയ ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഒരു വനസത്യാഗ്രഹം നടത്താൻ തയ്യാറായി. അതിൽ ഡോക്ടർ ജി തന്നെ പോകാൻ തയ്യാറായി. അപ്പോൾ ഡോക്ടർ ജി വന്നു, ഇത് താൽക്കാലിക സ്വാതന്ത്ര്യത്തിനുള്ള പ്രവർത്തനമാണ്, ശാശ്വതമായിട്ടുള്ള പ്രവർത്തനം നടക്കണം. അതുകൊണ്ട് ഡോക്ടർ പരഞ്ച് പൈ എന്നൊരാളെ തൽക്കാലം സർസംഘചാലകോതി ഏൽപ്പിച്ചിട്ട് പൂജനീയ ഡോക്ടർ ജി അന്നത്തെ വലിയൊരു പ്രവർത്തകരായിട്ട് അദ്ദേഹം വാർധയിൽ പോയിട്ട് സത്യാഗ്രഹം നടത്താൻ തയ്യാറായി. അങ്ങനെ സത്യാഗ്രഹം നടത്തി വന്നു കഴിഞ്ഞ ശേഷം പിന്നെ ഇദ്ദേഹം പൂജനീയ ഡോക്ടർ ജിക്ക് സർസംഘചാലകത്തിന് കൊടുത്തു. അപ്പോൾ സർസംഘചാലകനായിട്ട് താൽക്കാലികമായിട്ടെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നു. പൂജനീയ രജുബയ്യ മറ്റേ ദേവറസ്ജിക്ക് ശേഷം രജുബയ്യ മറ്റേ സർസംഘചാലകനായത് ദേവറസ്ജിയുടെ മരണത്തിന് ശേഷമല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആരോഗ്യം വളരെ മോശമായി. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷാതം പോലെ വന്നു. വീൽ ചെയറിൽ നടക്കണം. ആ ഒരു പരിതസ്ഥിതിയിൽ നമ്മുടെ സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ നടക്കുന്ന സമയത്ത് ദേവറസ്ജി നേരത്തെ തന്നെ ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ച് കാണണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല, പ്രസംഗിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് ഈ തരത്തിലുള്ള അധികാരത്തിൻ്റെ ആ പദവിയിലിരിക്കുന്നത് ആലങ്കാരികമായിട്ട് പദവിയാണ്. അതുകൊണ്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന രജുബയ്യ അദ്ദേഹത്തെ രാജേന്ദ്ര സിംഗ് ജി, പ്രൊഫസർ രാജേന്ദ്ര സിംഗ് ജിയാണ്. അദ്ദേഹം അലഹാബാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഫിസിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആ ഒരു ഫിസിക്സ് രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവും പാണ്ഡിത്യമൊക്കെ മനസ്സിലാക്കുകയാണ്. സർ സി വി രാമൻ അദ്ദേഹത്തെ ഈ ഒരു സയൻസിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഗവേഷണം കാര്യങ്ങൾ നടത്താനൊക്കെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പ്രൊഫസർ നിലയ്ക്ക് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെ വ്യാപകമായ കാരണം പിന്നീട് ആ ഒരു ഗവേഷണത്തിന് പോകാൻ തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ സി വി രാമൻ തന്നെ ഭാവിയിൽ ഒരു നോബൽ സമ്മാനമൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ശാസ്ത്രജ്ഞനെയാണ് RSS നഷ്ടപ്പെടുത്തിയത് എന്നുള്ള നിലയ്ക്ക് സി വി രാമൻ പറഞ്ഞിരുന്നു. പ്രൊഫസർ രാജേന്ദ്ര സിംഗ് ജി അദ്ദേഹത്തിൻ്റെ അച്ഛൻ അന്നത്തെ ഉത്തർപ്രദേശിലെ ഇംഗ്ലീഷ് ഭരണകാലത്ത് സിവിൽ എഞ്ചിനീയറായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അതിൽ വലിയൊരു കുടുംബത്തിലെ ആളാണ്. അദ്ദേഹം പിന്നെ സംഘത്തിൻ്റെ കാര്യത്തിൽ സംഘത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനത്തിൽ വന്നു. സംഘത്തിൻ്റെ സർക്കാർ വിവാഹ നിലയിലേക്ക് പ്രവർത്തിക്കുന്ന സമയത്താണ് ദേവറസ്ജി അദ്ദേഹത്തെ ഈ ഒരു ചുമതല ഒഫീഷ്യലി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സർസംഘചാലകനായിട്ട് രാജേന്ദ്ര സിംഗിയെ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ കാര്യകർത്താക്കന്മാരൊക്കെ സംസാരിച്ചു, അതുകൊണ്ട് രാജേന്ദ്ര സിംഗ് ഇനി മുതൽ നമ്മുടെ സർസംഘചാലകനായിട്ട് പ്രവർത്തിക്കും. ആ സർസംഘചാലകൻ്റെ കീഴിൽ ഒരു സാധാരണ സ്വയം സേവകനെ പോലെ എൻ്റെ ശരീരം അനുവദിക്കാത്തള്ള ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അങ്ങനെ സർസംഘചാലകനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം എത്ര കാലം ഉണ്ടായിരുന്നു?
എനിക്ക് തോന്നുന്നൊരു 10-15 വർഷത്തോളം അദ്ദേഹം സത്സംഗാലായിട്ട് പ്രവർത്തിച്ചിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഏത് വർഷമുണ്ടെന്ന് പറയാൻ നിർത്തിയില്ല. അദ്ദേഹം രാജേന്ദ്ര സിംഗ്ജിയുടെ സവിശേഷമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് വളരെ വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെയായിട്ട് അദ്ദേഹം നല്ല ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ 1948 നമ്മുടെ സംഘത്തെ നിരോധിച്ച സമയത്തും എല്ലാം അദ്ദേഹം അന്നത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ബന്ധമുണ്ടായിരുന്നു. മുഴുവൻ ഭാരതത്തിൽ രാഷ്ട്രീയ രംഗത്തും വലിയ ആൾക്കാരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് 75 നിരോധന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് അന്നാ സമയത്തും അദ്ദേഹം സത്സംഗമായിട്ടില്ല. ഈവൻ ദെൻ ലാൽ ബഹദൂർ ശാസ്ത്രി അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് എല്ലാ സംഘടനകളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്നതിൽ വളരെ കാര്യമായിട്ട് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൽ രജു ഭയ്യയ്ക്കും വളരെ കാര്യമായിട്ട് പങ്കുണ്ടായിരുന്നു. രജു ഭയ്യയുടെ പ്രവർത്തനത്തിലുള്ള ഒരു വിശേഷ സംഗതി, ഭാരതത്തിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനത്തോടൊപ്പം തന്നെ അനവധി സ്വയം സേവകർ ഭാരതത്തിൻ്റെ പുറത്തു പോയിട്ട് വിശ്വവിഭാഗ് എന്നുള്ള നിലയ്ക്കൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇംഗ്ലണ്ടും ബാക്കി സ്ഥലങ്ങളെല്ലാം ഒരു തരത്തിൽ നമ്മുടെ സത്സംഗാലന്മാരുടെ കൂട്ടത്തിൽ ഭാരതം വിട്ട് വിശ്വവിഭാഗിൽ സഞ്ചരിച്ചിട്ടുള്ള ആ സത്സംഗാലക്ക് പൂജനീയ രജു ഭയ്യായിരുന്നു. അദ്ദേഹം ഭാരതത്തിൽ നിന്ന് പുറത്തുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ ജാപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിരുന്നു. അങ്ങനെ വിശ്വവിഭാഗിൻ്റെ പ്രവർത്തനത്തിന് കാര്യമായിട്ടുള്ള അടിത്തറയും മാർഗദർശനമൊക്കെ നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ തന്നെ ഒരു ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നിട്ട് അമേരിക്കയിൽ ഭാരതത്തിലെ ആൾക്കാർക്ക് വേണ്ടിയുള്ള സൊസൈറ്റി ഉണ്ടാക്കുകയും ഭാരതത്തിൽ നടക്കുന്ന അടിയന്തരാവസ്ഥക്കെതിരായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഇവിടുത്തെ മന്ത്രിമാരൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് പലതരത്തിലുള്ള അസൗകര്യങ്ങളുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല. ആ തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലൊക്കെ രജു ഭയ്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മറ്റുകളിൽ നിന്ന് സംഘത്തിൻ്റെ പ്രവർത്തനം വളർത്തുന്നതോടൊപ്പം വിശ്വവിഭാഗ് ആ പ്രവർത്തനത്തിലും കൂടി കോൺസെൻട്രേറ്റ് നടത്തിയിട്ട് അത് വളർത്തിക്കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ആദ്യം നമ്മൾ വിദേശ വിഭാഗത്തിലെ പ്രവർത്തനം, പിന്നെ അത് വിശ്വവിഭാഗം എന്നുള്ള നിലയ്ക്ക് സംഘത്തിൻ്റെ ആ തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് കൊടുക്കുകയും യഥാർത്ഥത്തിലുള്ള ഭാരതീയ കാഴ്ചപ്പാട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നതിൽ ഈ പൂജനീയ രാജേന്ദ്ര സിംഗ്ജിയാണ് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ സത്സംഗാലന്മാരെ കുറിച്ച് പറയുന്ന പോലെ യാത്ര ബാക്കി കാര്യങ്ങളെല്ലാ സ്ഥലത്തുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. ഇത്രയും വലിയൊരു നാളൻ ശരി വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ അവസാന കാലഘട്ടത്തിൽ സത്സംഗാലകന്മാർ വിവരിച്ച പോലെ എൻ്റെ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കണമെന്ന് പറഞ്ഞ പോലെ രാജേന്ദ്ര സിംഗ്ജിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം അവസാന കാലത്ത് ഈ ചുമതലയിൽ സുദർശനിച്ച് ചുമതല ഏൽപ്പിച്ചിട്ട് കുറച്ച് വിശ്രമിക്കുന്ന സമയമായിരുന്നു. പൂനെയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സംഗതി ഒരു സ്വയം സേവകൻ നിലയ്ക്ക് ഭാരതത്തിലെ എല്ലാ സ്ഥലവും നമ്മുടെ സ്വന്തമാണ്. അതുകൊണ്ട് ഞാൻ എവിടെയാണോ മരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ സംസ്കാരം നടത്തണം. ഇനി നാഗപ്പൂരിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ കൊണ്ടുപോകാനോ തയ്യാറാകാതെ ഭാരതം ഏത് സ്ഥലവും നമുക്ക് പുണ്യമുള്ള സ്ഥലമാണ്. എവിടെ വെച്ച് മരിക്കുന്നു അവിടെ വെച്ച് സംസ്കരിക്കുന്നതിന്. അതുകൊണ്ട് പൂനെയിൽ വെച്ച് മരിച്ച സമയത്ത് പൂനെയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര കാര്യങ്ങളൊക്കെ ചെയ്തത്. അതാണ്. മറ്റ് കാര്യങ്ങൾ പൊതുവുണ്ട്. ബാക്കിയുള്ളതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വിശ്വവിഭാഗിൻ്റെ പ്രവർത്തനത്തിൽ കാര്യമായിട്ട് പങ്കുവഹിച്ചു എന്നുള്ളത് സംഗതിയാണ്. ഓരോ പൂജനീയ സംഘചാലകന്മാരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്, കാഴ്ചപ്പാട് കൊടുക്കുന്നു. അതേവരെ ഇല്ലാത്തതും ഒരു പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് രാജേന്ദ്ര സിംഗ്ജിയുടെ അടുത്ത് നമുക്കൊരു യാത്ര ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഒരു വലിയ അധികാരിയുടെ കൂടെ യാത്ര ചെയ്യുന്നുള്ള ഒരു വിഷമോ കാര്യമോ ഉണ്ടാവില്ല. നമ്മുടെ സ്വന്തം മുതിർന്ന കാരണവരുടെ കൂടെ യാത്ര ചെയ്യുന്ന അത്രയും. ബാക്കി സർക്കാരുമാർക്ക് നമുക്ക് ശരിക്കും ഗുരുജിയും ഒക്കെ സാധാരണ വർക്കേഴ്സിന് വളരെ ഇതൊന്നും അവർക്കൊരു പ്രത്യേക രുചിയുണ്ടായിരുന്നു. പക്ഷേ സത്സംഗാലം എന്നുള്ള നിലയ്ക്ക് രജു ഭയ്യയുടെ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ കൂടെ പോകുന്ന അത്രയും ഒരു ഫ്രീഡവും ഏത് കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹമായിട്ട് ഉള്ള കൂടിക്കാഴ്ചയിലോ അല്ല യാത്രയിലോ ഒക്കെ എന്തെങ്കിലും എടുത്തു പറയത്തൊക്കെ ഉണ്ട് എന്തെങ്കിലും
ഉണ്ടോ? അതുകൊണ്ട് നോക്കണം. രജീവ് ഭയ്യ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക സംഗതി നമ്മുടെ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ സമയത്ത് ഒരു ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രൗഢന്മാരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ധാരാളം പ്രൗഢന്മാർ വന്നു. പക്ഷേ ഒരു 3-3:30 മണിയോടുകൂടി തന്നെ ഗംഭീര മഴ തുടങ്ങി. നമ്മൾ ഗ്രൗണ്ടിൽ പരിപാടി ചെയ്യുന്നത് മഴ ചെന്നുകൊണ്ടിരിക്കുന്നു. പത്തനംതിട്ടയിൽ അന്നൊരു സ്റ്റേഡിയത്തിൽ ഗംഭീരമായിട്ട് ചെളിയൊക്കെ ആ ഒരു സ്റ്റേഡിയം തയ്യാറാക്കിയ സമയമായിരുന്നു. ചെടിയൊക്കെ നിൽക്കുന്നു. അതുകൊണ്ട് സ്വയംസേവർക്ക് ഇരിക്കാൻ നിവൃത്തിയില്ല. നിന്നാണ് എല്ലാവരും നിൽക്കുകയാണ്. ആ സമയത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു ബൗദ്ധിക്കണമെങ്കിൽ ഒരു വിഷയമുണ്ടല്ലോ, ആ വിഷയം മുഴുവൻ ഒരു ഫുള്ളായിട്ട് സംസാരിച്ച് തീർക്കാൻ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും. പക്ഷെ എല്ലാവരും മഴ നനയുന്നു. ആ മഴയിൽ എല്ലാവരും നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു 20 മിനിറ്റിൽ കുറച്ചു. പക്ഷെ ആ 20 മിനിറ്റ് കൊണ്ട് ഒരു പ്രൊഫസർ നിലയ്ക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസംഗത്തിൻ്റെ ഒരു വിഷയം പോലും വിട്ടുപോകാതെ ഈ 20 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ആ പ്രസംഗം നിർത്തി. അപ്പോൾ നമുക്ക് കാഴ്ചയാണ് സാധാരണ നിലയ്ക്കൊരു കോളേജിലൊക്കെ പോകുന്ന ഒരു അധ്യാപകൻ ആ ഒരു പ്രത്യേക സമയത്തുള്ള എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയം പറയുക എന്നുള്ള നിലയ്ക്ക് അതൊരു വലിയൊരു അത്ഭുതം, എല്ലാവർക്കും അത്ഭുതമായിരുന്നു. എല്ലാ സ്ഥലത്തും ബൗദ്ധികം നടത്തിയിട്ടുണ്ട്. ആ ബൗദ്ധിക്കിലെ വിഷയങ്ങളെല്ലാം തന്നെ ഈ 20 മിനിറ്റിൽ ചുരുക്കി അദ്ദേഹം സംസാരിച്ച് ആരെയും വിഷമിപ്പിക്കരുത്. എല്ലാവരും ചളിയിൽ നിൽക്കുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആ തരത്തിലൊരു സംഗതിയുണ്ട്. ഇതേപോലെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്രാ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ എല്ലാ സർജനകളും എടുക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ആഹാരം കാര്യങ്ങളും കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവിടെ മറ്റേ തൈക്കാട് ഒരു ഹോസ്പിറ്റൽ ജില്ല, ആ തൈക്കാട് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ചികിത്സയ്ക്ക് വന്നിട്ട് നമ്മുടെ അന്നത്തെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ ചികിത്സയ്ക്കാണെങ്കിലും ഇവിടെ രക്ഷാബന്ധനോ മറ്റൊരു ഫംഗ്ഷനാണ്. രജി ഭയ്യ സംസാരിക്കണം എന്നാണ് നിശ്ചയിച്ചത്. അപ്പോൾ രജയെ പറഞ്ഞു, ഞാൻ ചികിത്സയ്ക്ക് വന്നിരിക്കണം, നിങ്ങൾ സംസാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, രജി ഭയ്യയും ഒക്കെ ഉള്ള സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രജി ഭയ്യയ്ക്ക് നമ്മൾ ബൗദ്ധിക കൊടുക്കണ്ട, നിങ്ങൾ ബൗദ്ധിക്ക് സ്വയംസേവർ കൊടുത്താൽ മതി. ഈ വിഷയത്തെക്കുറിച്ച് സ്വയംസേവരുടെ സംശയം തന്നെയാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് കൂടെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ബാക്കി കാര്യങ്ങൾ. രജി ഭയ്യയ്ക്ക് നിങ്ങൾ ബൗദ്ധിക കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ബൗദ്ധിക ആ സ്വയംസേവർ കൊടുത്താൽ മതി. രാജേന്ദ്ര സിംഗ് ജി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേക സംഘടന ചുമതല. അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ ആ ഭാഗത്തെ മുഴുവൻ, ഉത്തർപ്രദേശ്, മറ്റേ ആസാം, ആ ഏരിയ, ഇതിൻ്റെയൊക്കെ ചുമതലയായിരുന്നു. പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് വളരെ കൂടുതൽ അടുത്ത ബന്ധവും പരിചയമൊക്കെ ഉത്തർപ്രദേശിലായ കാരണം എല്ലാ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അദ്ദേഹം നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കൂടി കാരണം. അതുകൊണ്ട് അടിയന്തരാവസ്ഥ സമയത്ത് പ്രത്യേക ചുമതലയില്ലാതെ തന്നെ അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ സഞ്ചരിക്കാനും പ്രമുഖ വ്യക്തികളെ കാണാനും ഒക്കെ ഉള്ളൊരു ചുമതല അദ്ദേഹത്തിനുണ്ടായി. അടിയന്തരാവസ്ഥ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം സംഘത്തിൻ്റെ നിരോധനം പിന്നിയ ശേഷം മാധവറാം മോളജിയുടെ സഹായി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സഹസർക്കാരുമായിട്ട് പ്രവർത്തിച്ചു. 1 വർഷത്തിനുള്ളിൽ മാധവറാം മോളജി സുഖമില്ലാതെ വെച്ചപ്പോൾ അദ്ദേഹം സർക്കാർ വിഭാഗമായി. അങ്ങനെ ഒരു 8-9 വർഷത്തോളം അദ്ദേഹം സംഘത്തിൻ്റെ സർക്കാരുമായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം ഡയബറ്റിക്സ് പേഷ്യൻ്റാണ്, ഇൻസുലിൻ റെഗുലറായിട്ട് എടുക്കും. ആ നിലയ്ക്ക് അതിൻ്റെ ഇടയിലും അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഈ ഒരു സ്ഥാനം എന്നുള്ളൊന്നും വലിയ കാര്യമില്ലാത്തതിൻ്റെ ഒരു 8-9 വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹം സർക്കാർ എന്നുള്ള സ്ഥിതിയിൽ നിന്ന് നമ്മുടെ ശേഷാദ്രിജിയെ സർക്കാർ വിഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ സർക്കാരുമായിട്ട് ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞ് ആ ഒരു ചുമതല ഏറ്റെടുത്തു. അങ്ങനെ സർക്കാരുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഈ ഒരു പ്രവർത്തനത്തിനിടയിലാണ് അദ്ദേഹം മാന്യ ദേവർഷി, പൂജനീയ ദേവർഷി, അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചു. അത് കഴിഞ്ഞ ശേഷം സ്വാഭാവികമായിട്ട് അദ്ദേഹം സർസംഘചാലകനായിട്ട് ചുമതലയെടുത്തു. സർസംഘചാലകനായിട്ട് ചുമതലയെടുത്ത സമയത്ത് മുഴുവൻ, അതായത് സർക്കാർ വിഭാഗമായിരിക്കുന്ന സമയത്ത് തന്നെ ദേവർഷി പറഞ്ഞതനുസരിച്ച്
അദ്ദേഹം സർസംഘചാലകനായി. സ്വാഭാവികമായിട്ടും മുഴുവൻ ഭാരതത്തിലെ യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ള ചില പ്രത്യേക സംഗതികളുണ്ട്. അദ്ദേഹം കേരളത്തിലേക്ക് യാത്ര ചെയ്ത സമയത്ത് നമ്മുടെ ധാരാളം സ്വയംസേവർ കണ്ണൂർ ജയിലിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ജയിലിൽ കിടക്കുന്ന സ്വയംസേവരെ കാണാനായിട്ട് ഒരു സർക്കാരിയോ അദ്ദേഹം വരികയാണ്. അങ്ങനെ സർക്കാരിയോ വരുന്ന സമയത്ത് അദ്ദേഹം നേരെ ജയിലിൽ വന്നു. ജയിലർ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. ഇപ്പോൾ ജയിലറുടെ മുറിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു കസേരയിട്ട് കൊടുത്ത് ഇവരെല്ലാവരെയും വിളിച്ച് സംസാരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. അവിടെ വെച്ചിട്ട് അദ്ദേഹം സ്വയംസേവർ ആദ്യം തന്നെ സ്വയംസേവർ പറഞ്ഞു, നമ്മൾ സ്വയംസേവരാണ്, നമുക്കൊരു അച്ചടക്കമുണ്ട്, നമ്മൾ നിയമം പാലിക്കുന്ന ആൾക്കാരാണ്, ഏത് രംഗത്തായാലും എവിടെയാണ് ശരി നമ്മൾ പൂർണ്ണമായിട്ട് നിയമം പാലിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജയിൽ നിയമങ്ങൾ അവർ പറയുന്ന നിയമങ്ങൾ ലംഘിക്കാതെ അനുസരിച്ച് ആ സ്വയം സേവകത്വം നമ്മൾ പാലിക്കണം. ദിവസേന നിങ്ങൾ ഒരുമിച്ച് കൂടണം, എന്തെങ്കിലും ഭജനയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ഒരു സന്ദർഭം ജയിലിലൊരു ശിക്ഷയായിട്ട് കണക്കാക്കരുത്. ഈ ജയിൽ ജീവിതം നമുക്ക് വളർച്ചയ്ക്കുള്ളൊരു സന്ദർഭമായിട്ട് കണക്കാക്കണം. അതുകൊണ്ട് നല്ല നല്ല ബുക്ക് വയ്ക്കണം. വലിയ വലിയ ആൾക്കാരെല്ലാവരും തന്നെ നാടിനു വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് നൽകി സ്വയംസേവർ സംസാരിച്ചു. പുസ്തകം വായിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷ പാസ്സാകണമെങ്കിൽ പാസ്സാകാൻ തയ്യാറാകണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ തന്നെ ജയിലർക്ക് അത്ഭുതം. സാധാരണ ധാരാളം ആൾക്കാർ വരാറുണ്ട്. അതുകൊണ്ട് ജയിലിലെ അവർക്ക് കിട്ടുന്ന ശിക്ഷ, വിഷമങ്ങൾ, ജയിലറെ കുറിച്ചുള്ള പരാതി, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് പകരം ഇദ്ദേഹത്തെ പോലൊരു വ്യക്തി ആ ജയിൽ ജീവിതത്തിൽ എങ്ങനെ നിങ്ങൾ പെരുമാറണം, എത്ര ഡിസിപ്ലിൻ വേണം, എത്ര ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞല്ലോ അസാധാരണമായിട്ടുള്ള നിലയ്ക്ക് ഉള്ളൊരു വ്യക്തിത്വമാണിത് എന്ന് പറഞ്ഞിട്ട് ജയിലറുടെ മനസ്സിൽ അങ്ങനെ. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പോകുന്ന സമയത്തൊക്കെ രജു ഭയ്യയെക്കുറിച്ച് ഇദ്ദേഹത്തെ പറയുന്നത്. അതുകൊണ്ട് പിന്നീട് നമ്മൾ വന്ന അധികാരി മുഴുവൻ പലപ്പോഴും പോകാറുണ്ട്. സ്വയം സേവകരും ആ സമയത്ത് അവരുടെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ ഒരു ഇതൊക്കെ കിട്ടിയതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മുടെ സുദർശൻജി കാണാൻ പോയപ്പോൾ അവർ ജയിലിൻ്റെ ഉള്ളിൽ വെച്ച് ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കുപ്പിക്കുള്ളിൽ കപ്പൽ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ രീതിയിലുള്ള കപ്പലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു. ജയിലിൽ അവർക്ക് ജോലി ചെയ്താൽ കുറച്ച് പൈസ കിട്ടും, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ. വർഷം തോറും ജയിലിൽ നിന്നുള്ള സ്വയംസേവർ റെഗുലറായിട്ട് ഗുരുദക്ഷിണ അയക്കാറുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. ഈ രീതിയിൽ സർസംഘചാലകൻ സർക്കാർ വിഭാഗം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ഏതൊരു സാഹചര്യത്തിലും സ്വയം സേവകൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഡയറക്ഷൻ കൊടുത്ത ആ ഒരു അനുഭവം ആ ജയിലർക്ക് നമുക്ക് എല്ലാവർക്കും ആ തരത്തിലുണ്ടായിട്ടുള്ള സംഗതികളാണ്. അത് അദ്ദേഹത്തിന് സംഗതി. ഈ മരണം വരെ കസേര ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് വിചാരിക്കുന്ന ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ഈ രണ്ട് പൂജനീയ സംഘചാലകന്മാരുടെയും ജീവിതം, അവരുടെ സന്ദേശം മാതൃക ആക്കേണ്ടതല്ലേ ശരിക്കും? രജു ഭയ്യ പൂജനീയ സുദർശൻജി കാണിച്ച പോലെ തന്നെ അദ്ദേഹം ഈ ഒരു പാർക്കിൻസൺ ഒരു അസുഖം വന്നു, ശാരീരികമായിട്ട് വളരെ വിഷമാണ്, യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഈ കാര്യം വന്നപ്പോൾ സുദർശൻജി ചെയ്ത പോലെ തന്നെ നമ്മുടെ അഖില ഭാരതീയ ബൈഠക്കിൽ വെച്ചിട്ട് അദ്ദേഹം നമ്മുടെ എല്ലാ സർസംഘചാലകരും അങ്ങനെയാണ്, അവരെ പ്രമുഖരായിട്ടുള്ള അഖില ഭാരതീയ കാര്യകർത്താക്കന്മാരെല്ലാവരായിട്ട് സംസാരിച്ചിട്ടാണ് അടുത്ത സർസംഘചാലകം നിശ്ചയിക്കുക. അതുകൊണ്ട് ഇതുവരെ ബൈഠക്കിൽ രജു ഭയ്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, എനിക്കും ശാരീരികമായിട്ട് യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് നമ്മുടെ സുദർശൻജി, ഉപ്പഹള്ളി ശ്രീ സുദർശൻ, അദ്ദേഹം ഇനി സർസംഘചാലകനായിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ടാണ് വന്നത്. അപ്പോൾ സംഘത്തിൻ്റെ സർസംഘചാലകത്വം ബാക്കി കാര്യങ്ങൾക്ക് സംഘത്തിൻ്റെ അധികാരികൾ ഒരു സ്ഥാനമോ അംഗീകാരമോ അധികാരമായിട്ട് കണക്കാക്കുന്നതിന് പകരം അത് ചുമതലയാണ്. ആ ചുമതല വേണ്ടവണ്ണം സംഘം പ്രതീക്ഷിക്കുന്നത് നിർവഹിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് സംഘപ്രവർത്തനത്തിന് യാതൊരു കോട്ടം തട്ടരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്ത സർസംഘചാലകന്മാർ കൊടുത്തിട്ട് പിന്നീട് മാറി നിൽക്കും. പൂജനീയ ബാളാസാഹേബ് ദേവറസിൻ്റെയും കാര്യത്തിൽ അദ്ദേഹം ഈ സർസംഘചാലകത്തിൽ ഇപ്പോൾ ഒഴിഞ്ഞ സമയത്ത് പോലും നമ്മുടെ മദ്രാസിൽ വലിയൊരു നമ്മുടെ കാര്യത്തിൽ നേരെ തീവ്രവാദികളുടെ ഒരു ആക്രമണം ഉണ്ടായി. കെട്ടിടം മുഴുവനായിട്ട് തകർന്നു, ഒരു 5-6 സ്വയംസേവർ മരിക്കുകയുണ്ടായി. ആ സമയത്ത് തീരെ വയ്യാത്തൊരവസ്ഥയിൽ ദേവറജി ഇവരുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നാഗ്പൂരിൽ നിന്ന് പ്ലെയിനിൽ വരികയായിരുന്നു. അപ്പോൾ മറ്റുള്ള ഈ ട്രെയിനിലെ
ആൾക്കാരുണ്ടല്ലോ, അങ്ങ് വല്ല ചികിത്സയ്ക്ക് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ഞാൻ ചികിത്സയ്ക്ക് പോവില്ല, നിങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ സംഘത്തിൻ്റെ കാര്യാലയം ആക്രമിച്ച് അത് കംപ്ലീറ്റ് തകർന്നു, ബോംബ് വെച്ച് തകർത്തതാണ്. ആരും ഞാൻ അവരുടെ വീട് വരെ ആശ്രമിക്കുക പോവുക. അപ്പോൾ വയ്യാത്ത അവസ്ഥയിൽ തീരെ ക്ഷീണിച്ചിട്ട് വീൽ ചെയർ എടുക്കുന്ന സമയത്ത് പോലും ഇന്നിപ്പോൾ അവിടുത്തെ എയർ ഹോസ്റ്റസ് പറഞ്ഞു റിയലി ഒരു ശ്രേഷ്ഠനായിട്ടുള്ളതാണ്. പ്ലെയിൻ ഇറങ്ങിയ സമയത്ത് ഇവരെല്ലാവരും ഒന്ന് കാലുകൊണ്ടും അങ്ങൊരു വലിയ മഹാനാണ് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കാര്യമുണ്ട്. ഇതേ രീതിയിൽ സ്വയം സേവകർക്ക് നമ്മുടെ കേരളത്തിൽ മാർക്സിസ്റ്റുകാരുടെ ഭയങ്കരമായിട്ടുള്ള ആക്രമണം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ധാരാളം ആൾക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് ആ സ്വയം സേവകർ കൊല ചെയ്ത വീടുകളെ സംരക്ഷിക്കണം. അനവധി സ്വയം സേവകരെ കള്ളക്കേസിൽ കൊടുത്തവർ ജയിലിലുണ്ട് ശിക്ഷിക്കപ്പെട്ട്. ആ സ്വയം സേവകരുടെ കാര്യങ്ങൾ നോക്കണം. ഈ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധനശേഖരണം ആവശ്യമാണ് എന്ന് ചിന്തിച്ചപ്പോൾ പാലക്കാട് അദ്ദേഹം നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. ഞാൻ രജുബയ്യോട് പറഞ്ഞു, ഒരു ആളിൻ്റെ ലെവലിൽ ഒരു കളക്ഷൻ നടത്തി സഹായം വേണം, അല്ലാതെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ, ആ സമയത്ത് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കേണ്ടി വരാന്ന് വെച്ചാൽ നമുക്ക് യാതൊരു നിർത്തിയില്ല. അത് ഉടനെ തന്നെ ഒട്ടും താമസിക്കാതെ ഒരു കത്ത് ഓർഗനൈസേഷൻ എഴുതി. ഈ കേരളത്തിലെ ഈ ഒരു മാർക്സിസ്റ്റ് ആക്രമണങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊണ്ട് സഹായധനം വയ്ക്കാനായിട്ട് ഓർഗനൈസറിൽ ഒരു പ്രത്യേക അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, എല്ലാ ശാഖകളിൽ നിന്നും പൈസ അയക്കണം എന്ന് വിചാരിച്ചു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റ് 500 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് സർസംഘചാലയിൽ നിന്ന് 500 രൂപ വാങ്ങിക്കാൻ ആ സമയത്ത് എനിക്ക് സങ്കോചം തോന്നി. ആ സത്യം കൊണ്ട് ഒന്നും വിഷമമില്ല, ഇത് സംഘത്തിൻ്റെ പണമൊന്നുമില്ല. ഞാൻ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ പ്രൊഫസർ എന്നല്ല എനിക്ക് റെഗുലറായിട്ട് വരുമാനമുണ്ട്. അതെന്നാണ് ഇതുപോലെ പല ആവശ്യങ്ങളും കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് വാങ്ങിച്ചോളുന്നുണ്ട്. അങ്ങനെ ആദ്യം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് താൻ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് 500 രൂപ രജുബയ്യ എന്ന് വാങ്ങിച്ചിട്ടാണ് ഈ നിധി ശേഖരിച്ചത്. അതുകൊണ്ട് രജുബയ്യ ഏത് കാര്യവും ബാക്കിയുള്ളവർ ചെയ്യുന്നതിനും എങ്ങനെയാണ് ഒരു സ്വയം സേവകൻ പ്രവർത്തിക്കുന്നത് കാണിച്ച ഒരു അനുഭവം നമുക്ക് ആ സമയത്തുണ്ട്. ഒരു നേതാവിൻ്റെ ഗുണം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക, അത് തന്നെയാണ് അദ്ദേഹം കാണിച്ചത്. വലിയ വലിയ ഉപദേശങ്ങൾക്ക് പകരം ഉദാഹരണത്തിൽ കൂടിയിട്ട് മാതൃക കാണിച്ചുകൊണ്ട് ജീവിക്കുക. നന്ദി.